Hi everyone, this is Abin here from Evika. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വേറെ മുഖമുണ്ട് നമ്മുടെ iOS 17. നമ്മൾ ആരും കാണാത്ത ഒരു വേറെ മുഖം. ശരിയാണ്, WWDC 2022 അല്ലെങ്കിൽ 23 ആ ഒരു കീനോട്ട് റിലീസായി കഴിഞ്ഞപ്പോൾ iOS 17 ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഉൾപ്പെടെ. പക്ഷേ ബീറ്റ 1 തന്നെ ഏകദേശം 100 മേലെ ഹിഡൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും ടിപ്സും ആപ്പിൾ തന്നായിരുന്നു. ഇതിപ്പോൾ ബീറ്റ 2 കുറച്ചധികം അപ്ഡേഷൻസ് ആപ്പിൾ തന്നിട്ടുണ്ട്. ആ ഒരു ടിപ്സിൻ്റെയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും iOS 17 ഇറങ്ങാൻ ഇനി കുറച്ച് മാസങ്ങളുള്ളൂ. ആ ഒരു OS കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഫുൾ പൊട്ടൻഷ്യലായിട്ട് ആ ഒരു OS യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഒരു പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ കാണുന്ന കുറേയധികം കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, സോ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളാണ് നമ്മുടെ ചാനലിലെ നട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലെ ഇല്ലെങ്കിൽ ഇതിനെക്കാട്ട് അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്. നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ലുക്കപ്പിൽ തുടങ്ങാം. ലുക്കപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ iOS 17 ലുക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷന് കുറേയധികം പ്രാധാന്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ ഫോട്ടോസിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണുന്ന സിമ്പിൾസ് ആണ്. അതായത് കാറിൽ നമ്മൾ കാണുന്ന കുറേയധികം സിമ്പിൾസ് ഉണ്ട്. പക്ഷേ ഇതിൽ യൂഷ്വലി ഫെമിലിയർ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ പെട്രോളിൻ്റെയും അതേപോലെ ടയറിൻ്റെയും ഹാൻഡ് ബ്രേക്കിൻ്റെ ഒക്കെ സിമ്പിളാണ്, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റൊക്കെ. പക്ഷേ ഈ പറഞ്ഞ എല്ലാ സിമ്പിൾസും എന്താണ് നമ്മുടെ ഐഫോൺ ഇനി മുതൽ പറഞ്ഞുതരും. അതറിയാനായിട്ട് ജസ്റ്റ് നമ്മൾ സ്ക്രീനിൽ ടാപ്പ് ചെയ്യുക. ഈ പറഞ്ഞ വിഷ്വൽ ലുക്കപ്പിൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓട്ടോ സിമ്പിൾ എന്ന്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഹസാർഡ് വാർണിംഗ് എന്ന്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണുന്ന എല്ലാ സിമ്പിൾസും ഒരു ഹസാർഡ് വാർണിംഗ് ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ക്ലോത്തിങ്ങിൻ്റെയും ഉള്ളിൽ കൊടുക്കുന്ന ഒരു വാഷ് കെയറാണ് ഇത്. ഇതിൽ എല്ലാ സിമ്പിൾസും എന്താണെന്ന് നമുക്കറിയില്ല. യൂഷ്വലി നമ്മൾ കാണുന്നത് ഒരു അയൺ ബോക്സിൻ്റെ ചിഹ്നം, അതേപോലെ വാട്ടറിൻ്റെ എത്ര ഡിഗ്രിയിൽ വാഷ് ചെയ്യണം എന്നീ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ടാഗിൽ അറിയാവുന്നത്. പക്ഷേ നമ്മുടെ ഐഫോണിൽ ലുക്കപ്പിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ ലുക്കപ്പ് എടുക്കുക. ഇവിടെ ലോണ്ട്രി കെയർ എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഡു നോട്ട് ബ്ലീച്ച് എന്നും ഡു നോട്ട് ഡ്രൈ ക്ലീൻ എന്നും. ഈ പറയുന്ന വാഷ് കെയറിൽ ഈ രണ്ട് സിമ്പിളും അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ iOS 17 ഫോട്ടോസിൽ കുറേയധികം ഓപ്ഷൻസ്, പ്രത്യേകിച്ച് ഇതേപോലെ ലുക്കപ്പ് എന്ന് പറയുന്ന കുറേയധികം പൊട്ടൻഷ്യലുള്ള കാര്യങ്ങൾ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു ഓപ്ഷൻ വരുന്നത് നമ്മുടെ മെസ്സേജസിലാണ്. മെസ്സേജ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാത്ത കുറച്ചധികം പ്രൈവസി റീസൺസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ മെസ്സേജിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ iMessage കൂടെ കുറേ ആൾക്കാർക്ക് വോയിസ് മെസ്സേജ് അയക്കും. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വോയിസ് മെസ്സേജ് അയക്കുന്നതാണ് എളുപ്പമെന്ന് വെച്ചാൽ അത് അയക്കാറുണ്ട്. iOS 17 നമുക്കിപ്പോൾ അതിന് ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ കിട്ടും. അതായത് ഇംഗ്ലീഷിലേക്കൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ടെക്സ്റ്റ് രൂപേണ കിട്ടും. അതേപോലെ നമ്മൾ അയക്കുന്ന എല്ലാ വോയിസ് മെസ്സേജും ഇനി വോയിസ് റെക്കോർഡറിൽ, അതായത് നമ്മുടെ ഈ കാണുന്ന വോയിസ് റെക്കോർഡറിലേക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ ഒരു വോയിസ് റെക്കോർഡിലേക്ക് സേവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പമായിട്ട് ആ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ പറയുന്ന മെസ്സേജ് ഡിലീറ്റ് ആയി പോയാലും നമ്മുടെ വോയിസ് റെക്കോർഡറിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ അടുത്ത ഫീച്ചർ വരുന്ന QR കോഡ് സ്കാനിങ്ങിലാണ്. ഈ ഒരു ഓപ്ഷൻ എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. കാരണം എനിക്ക് മാത്രമല്ല എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ iOS 16 നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു QR കോഡ് തൊട്ട് താഴത്തായിട്ടായിരിക്കും അതിൻ്റെ ലിങ്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടിയിലായിട്ടാണ് എനിക്കൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് എനിക്ക് ആ ഒരു QR കോഡ് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതും ഇൻസ്റ്റൻ്റായിട്ടും ഫാസ്റ്റായിട്ടും. ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ ഷട്ടറിൻ്റെ പൊക്കത്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമാണ്. യൂഷ്വലി നമ്മൾ കാണുന്നത് ആ ഒരു QR കോഡിൻ്റെ തൊട്ട് താഴത്തായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടിയാണ് ആ ഒരു QR കോഡിൻ്റെ ലിങ്കിലേക്ക് നമ്മുടെ കൈ ഒന്ന് എത്തിക്കാനായിട്ട്.
അതേപോലെ നമ്മുടെ അടുത്ത ഫീച്ചർ വന്നിരിക്കുന്നത് വെതറിലാണ്. വെതറിൽ നമുക്കൊരു ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഓരോ വട്ടവും വെതർ എടുക്കുമ്പോൾ അതിൽ കുറേ അപ്ഡേഷൻസ് ആപ്പിൽ വരുത്തുന്നുണ്ട്. താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ മൂൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ റെയിനിങ് ആണ്. അതേപോലെ ഇപ്പോൾ ഒരു മൂണുള്ള ഒരു ലൊക്കേഷൻ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഒരു ലൊക്കേഷൻ ഇപ്പോൾ മൂണായിട്ട് കാണിക്കുന്നില്ല, പക്ഷേ മൂണുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന വെതർ ആപ്പിൽ നമുക്ക് ഇവിടെ ഒരു കറക്റ്റ് ഫുൾ മൂൺ കാണിക്കും. ഈ ഒരു ഓപ്ഷൻ കാണിക്കാനുള്ള മാറ്റം എവിടെയാണ് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു വെതർ ആപ്പിൽ നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ഫുൾ മൂൺ എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഫുൾ മൂണിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മൂണിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ അടുത്തൊരു ഫീച്ചർ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ iOS 17 ലൈവ് വാൾപേപ്പർ ആപ്പിൽ തിരിച്ചുകൊണ്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ iOS 16 ആപ്പിൽ കുറേ സാധനങ്ങൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. അത് ആപ്പിളിൽ നിന്ന് തന്നെ കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും അത് നമ്മുടെ യൂസേഴ്സിന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 3D ടച്ച് അല്ലെങ്കിൽ ആ പറഞ്ഞ ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ ആ ഒരു ഓപ്ഷൻ ആപ്പിൽ തിരിച്ചുകൊണ്ടുവന്നു. അതേപോലെ നമ്മുടെ ലൈവ് വാൾപേപ്പറും തിരിച്ചുകൊണ്ടുവന്നുണ്ട്. ഇപ്പോൾ ഞാൻ ലൈവ് വാൾപേപ്പർ എടുത്തിട്ടുണ്ട്. ശേഷം ഞെക്കി ജസ്റ്റ് താഴത്തേക്ക് പോയി യൂസേഴ്സ് വാൾപേപ്പറും സെലക്ട് ചെയ്തു. ഈ ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവ് വാൾപേപ്പറിൻ്റെ ഒരു ഓപ്ഷൻ. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ലൈവ് വാൾപേപ്പർ ഓൺ ചെയ്യുമ്പോൾ മോഷൻ നോട്ട് അവൈലബിൾ എന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ ലൈവ് വാൾപേപ്പർ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ചെറിയൊരു വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ചെറിയൊരു മോഷൻ ഈ പറയുന്ന വാൾപേപ്പറിൽ ഇനി മുതൽ iOS 17 നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ എല്ലാ ലൈവ് വാൾപേപ്പറും ചിലപ്പോൾ കിട്ടണമെന്നില്ല, പക്ഷേ ലൈവ് വാൾപേപ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആപ്പിൾ തിരിച്ചുകൊണ്ടുവന്നുണ്ട്. ഇനി വന്നിരിക്കുന്ന മാറ്റം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ എയർ ഡ്രോപ്പിലാണ്. ഈ ഒരു ഓപ്ഷൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാകും. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ മെസ്സേജ് അയക്കുകയാണ്, ഗെയിം കളിക്കുകയാണ്, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു ഫോട്ടോയോ ഡോക്യുമെൻറ്റോ എയർ ഡ്രോപ്പ് ചെയ്തു, നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. ആ ഒരു ഫോട്ടോ നമ്മുടെ ഫോണിലേക്ക് വരുമ്പോൾ തന്നെ നേരെ ഫോട്ടോസിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയലിലേക്ക് ഈ പറഞ്ഞ ഐഫോൺ ഓപ്പൺ ആയിട്ട് വരും. ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം പോപ്പപ്പ് ആയിട്ട് ആ ഒരു വിൻഡോ വരും. പക്ഷേ ഇനി മുതൽ നമുക്ക് ആ ഒരു അനോയിങ് പോപ്പപ്പ് വരില്ല. നമ്മുടെ ഫോണിലേക്ക് ഒരു എയർ ഡ്രോപ്പ് ചെയ്താലും നമ്മുടെ ഫോൺ ജസ്റ്റ് ആ നിൽക്കുന്ന സെയിം സ്ക്രീനിൽ തന്നെ നിൽക്കും. ഫോട്ടോസിലേക്കോ ഫയൽസിലേക്കോ ജമ്പ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ ടാപ്പ് ചെയ്ത് നമുക്ക് നേരെ നമ്മുടെ ഫോട്ടോസിലേക്കോ ഫയൽസിലേക്കോ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ബഗ്ഗുകളുടെ കാര്യങ്ങൾ പറയാം. ബഗ്ഗുകളുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ iOS 17 എനിക്ക് ഏറ്റവും കൂടുതൽ ബഗ് അടിച്ച എവിടെയെന്ന് വെച്ചാൽ ബാറ്ററിയുടെ ബിജിറ്റിൽ എനിക്ക് ബഗ് അടിച്ചു. അതേപോലെ റീസെൻ്റ് ആപ്സിൽ സഫാരിയിൽ എനിക്കൊരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പോലെ നമ്മുടെ സഫാരിയിലും ബഗ് അടിച്ചിട്ടുണ്ട്. അടുത്ത വന്ന ബഗ് എവിടെ വെച്ചാൽ ക്യാമറയിലാണ്. കാരണം നമ്മുടെ ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ iOS 17 യൂസ് ചെയ്യുന്ന ഡിവൈസിൽ എനിക്ക് അത്രയും ഷാർപ്നെസ് ഫീൽ ചെയ്യുന്നില്ല. സെയിം iPhone 11 iOS 16 റൺ ചെയ്യുന്ന ഡിവൈസിൽ എനിക്ക് ഷാർപ്പായിട്ടും ഡീറ്റെയിലിംഗ് ആയിട്ടും എനിക്ക് ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. അതേപോലെ സൂം ചെയ്യുമ്പോൾ iOS 17 റൺ ചെയ്യുന്ന ഡിവൈസിൽ സൂം ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണ്. പക്ഷേ iOS 16 റൺ ചെയ്യുന്ന ഡിവൈസിൽ സൂം ചെയ്തിട്ടും, അതായത് നമുക്കറിയാം ഡിജിറ്റൽ സൂം ഉള്ളൂ, പക്ഷേ ഈ പറഞ്ഞ ഡിജിറ്റൽ സൂം ആയിട്ടും നമ്മുടെ ഡിവൈസിൽ iOS 16 റൺ ചെയ്യുമ്പോൾ ഷാർപ്പായിട്ടും അതേപോലെ ഡിസ്റ്റർബ്ഡ് ആവാതെയും എനിക്ക് വിഷ്വൽസ് ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മെയിൻ കാര്യങ്ങളൊക്കെ എനിക്ക് ക്യാമറയിലും ബഗ്ഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ iOS 17 എനിക്ക് ഫീൽ ചെയ്യുന്ന മെയിൻ ബഗ്ഗുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ iOS 17 പബ്ലിക് റിലീസും അതേപോലെ ബീറ്റ 3യും എന്നായിരിക്കും റിലീസ് ആവാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പറയുന്നതും നമ്മുടെ ഈ പറയുന്ന മാസം ജൂലൈ അവസാനമായിരിക്കും നമ്മുടെ പബ്ലിക് ബീറ്റ റിലീസ് ആവാൻ പോകുന്നതാണ് പറയുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഈ പറയുന്ന ജൂലൈയുടെ 2ാം ആഴ്ച തന്നെ നമുക്ക് പബ്ലിക് ബീറ്റ റിലീസ് ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ഈ പറയുന്ന ബീറ്റ 3യും അതിൻ്റെ കൂടെ തന്നെ റിലീസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബീറ്റ അപ്ഡേഷൻ്റെയും പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോസ് ബീറ്റയുടെ ആയിക്കോട്ടെ iOSൻ്റെ വീഡിയോ ആയിക്കോട്ടെ നിങ്ങൾ കാണുകയാണെങ്കിൽ വരുന്ന എല്ലാ അപ്ഡേഷൻ്റെയും പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇനി ഐഫോൺ യൂസ് ചെയ്യാൻ പറ്റും. സോ എല്ലാ വീഡിയോസും ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ കാണുന്ന കുറേയധികം കൂട്ടുകാർ ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുക. ദയവായി നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്യേണ്ടതാണ്. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സ്
റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Xavier signing from Evika.